الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ റമളാനിലെ ഫസ്റ്റ് ജുമുഅയിൽ അല്ലാഹുവിൻ്റെ മസ്ജിദിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് സ്വർഗീയ ലോകത്ത് ഇതുപോലെ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ചിലരെങ്കിലും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവർക്ക് ഈ റമളാൻ ലഭിച്ചിട്ടില്ല. അവർ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി റബ്ബിലേക്ക് മടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു റമളാൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ വറമളാനു ഇലാ റമളാൻ മുകഫിറാത്തും മാ ബൈനഹുന്ന, രണ്ട് റമളാനുകൾക്കിടയിലുള്ള തിന്മകൾ മായ്ക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. മാത്രമല്ല, മിമ്പറിൽ കയറിയപ്പോൾ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞ സംഭവം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. വറഹിമ അൻഫു റജുലിൻ, ഒരാൾ മുഖം കുത്തി വീഴട്ടെ, അവന് നാശമാണ്, നഷ്ടമാണ്. എന്താ? ദഖല അലൈഹി റമളാൻ, അവന് റമളാനിൽ പ്രവേശിച്ചു. സുമ്മൻ സലഖ മിൻഹു ഫലൻ യുഗ്ഫർ ലഹു, പക്ഷേ പാപം പൊറുക്കപ്പെടാതെയാണ് റമളാൻ അവനിലൂടെ കഴിഞ്ഞു പോയത് എങ്കിൽ അവനേക്കാളും വലിയ നഷ്ടക്കാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ. നരകത്തിൽ നിന്ന് നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റമളാൻ വിശുദ്ധ ഖുർആനിൻ്റെ ാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൻ്റെ മാസത്തിലാണ് നാം ഉള്ളത്. എന്താണ് ഖുർആൻ? ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹക്കീമിൻ ഹമീദ്. യാതൊരു അവ്യക്തതകളുമില്ലാതെ, യാതൊരു നിരർത്ഥകമായ ബാത്തിലുകളുമില്ലാത്ത സമ്പൂർണമായ സത്യസന്ധമായ വചനങ്ങളാണ് വിശുദ്ധ ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ ബിഇദ്നി റബ്ബിഹി ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. അള്ളാഹുവിൻ്റെ വഴിയിലേക്ക്, സ്വർഗത്തിലേക്ക്, നന്മയിലേക്ക്, റബ്ബിലേക്ക് ജനങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് ജനങ്ങളെ വഴി നടത്താൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ, അത്ഭുതകരമായ ഗ്രന്ഥം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജന്ന്
അതേ ജിന്നുകളിൽ നിന്നുള്ള ആളുകൾ അവർ ഖുർആൻ കേട്ടു. വഖാലു, അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, അത്ഭുതകരമായ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഈ ഖുർആനിൻ്റെ വക്താക്കളായിട്ട്, ഖുർആനിൻ്റെ ആളുകളായിട്ട് നാം ഖുർആൻ എന്താണെന്ന് അറിഞ്ഞോ? ഖുർആൻ എന്താണെന്ന് നാം പഠിച്ചിട്ടുണ്ടോ? ഖുർആനിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ടോ? വചനങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വചനങ്ങൾ, ഇതിൻ്റെ മാസ്മരികത, ഇതിൻ്റെ അത്ഭുതങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ, ഹദീസിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മഹാനായ ഉസൈദ് ബിൻ ഖുദൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തൻ്റെ വീട്ടിൽ വെച്ച് വിശുദ്ധ ഖുർആൻ ഓതുകയാണ്. സൂറത്തുൽ ബഖറ ഓതുന്ന സന്ദർഭത്തിൽ അവിടെ തൻ്റെ കുതിരയെ കെട്ടിയിട്ടിട്ടുണ്ട്. ആ സന്ദർഭം കുതിര ഇങ്ങനെ വിരളി പിടിച്ചിളകാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പാരായണം നിർത്തി. അപ്പോൾ കുതിര സൈലൻ്റായി. പിന്നെയും അദ്ദേഹം ഖുർആൻ ഓതുന്നത് തുടർന്നു. പിന്നെയും അതാ അവിടെ കെട്ടിയിട്ട കുതിര ഇങ്ങനെ വിരളി പൂണ്ട് അതിങ്ങനെ പിടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുന്നു. അദ്ദേഹം പുറത്തിറങ്ങി നോക്കി. അതാ ഒരു വെളിച്ചം, പ്രകാശം മുകളിൽ ശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ടാണ്. സഹോദരങ്ങളെ, ആ കിതാബ് തന്നെയാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ മുന്നിലുള്ളത്. എന്തൊരു മാറ്റമാണ് ഈ ഖുർആൻ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഇതാദ്യമായി കൊണ്ട് കേട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകളിൽ നിന്ന് കേട്ട, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാക്കിയത് എന്ന ചോദ്യമാണ് ഈ റമദാനിൻ്റെ, ഈ വർഷത്തെ റമദാനിൻ്റെ ആദ്യത്തെ ജുമഅയിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച എന്നോടും നിങ്ങളോടും ചോദിക്കാനുള്ളത്, ഖുർആനിൻ്റെ മാസമല്ലേ? എന്താണ് സ്വഹാബത്തിൽ ഉണ്ടാക്കിയ മാറ്റം? വൈദാ സമിഉ തഫീദു മിനദ്ദമഅ മിമ്മാ അറഫു മിനൽ ഹഖ്. ഈ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ടിട്ട് പറയുകയും ചെയ്തു, അതേ റബ്ബന ആമന്ന, റബ്ബേ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ഫക്തുബിനാ മഅശ്ശാഹിദീൻ, ഞങ്ങൾ സാക്ഷികളാണ്. ഏതെല്ലാം കാര്യങ്ങൾ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ അതിന് ഞങ്ങൾ സാക്ഷിയാണ്. ഇത് ഹക്കായ ഗ്രന്ഥമാണ്, ഇത് തമാശയല്ല, ഇതൊരു നോവലല്ല, ഇതൊരു ടൈം പാസ് അല്ല. ഇത് മനുഷ്യരാശിയെ തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് നയിക്കാൻ, അധർമ്മങ്ങളിൽ നിന്ന് ധർമ്മത്തിലേക്ക് നയിക്കാൻ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച കലാമാണെന്നിതാ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ആ സ്വഹാബത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കൂ നിങ്ങൾ, എന്തായിരുന്നു ഖുർആനുമായി കൊണ്ടുള്ള ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, സ്വഹാബത്തിന്? അത് നമ്മൾ അറിയണം, അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അതേ ഒരു മാറ്റം, ഒരു ചേഞ്ചസ് ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, ഇഖ്റ അലയ്യ, ഇബ്നു മസ്ഊദ് എനിക്ക് നിങ്ങൾ ഓതിത്തരണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ആഖറു അലൈക വഅലൈക ഉൻസിൽ യാ റസൂലല്ലാഹ്, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരണോ? നിങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനല്ലാത്തവരിൽ നിന്ന് ഇത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഞാൻ ഓതി സൂറത്തുൻ നിസാ ഇങ്ങനെ ഓതിയിട്ട് അതിൽ ഈ ആയത്തെത്തി, ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബിക അലാ ഹൗലായി ഷഹീദ. അതേ നബിയെക്കുറിച്ചാണ് ആ ആയത്ത് പറയുന്നത്. എല്ലാ ഉമ്മത്തിനും സാക്ഷികളായി ഓരോ ആളുകളെ കൊണ്ടുവരുന്നതാണ്. ഈ ഉമ്മത്തിന് സാക്ഷിയായി നബിയെ നിങ്ങളെ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന ആ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക്, നിർത്തുക, അവിടെ നിർത്തുക. ഫഇദാ ഐനാഹു തദ്ഫിറാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതായിക്കൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചു. സഹോദരങ്ങളെ, ഖുർആൻ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി. അത് ഓതുമ്പോഴും എന്തുകൊണ്ട് അതവർ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, അത് പഠിച്ചു. എന്താണ് അള്ളാഹു നമ്മോട് ചൊല്ലുന്നത്, എന്താണ് ഈ ഖുർആനിലുള്ളത് എന്നവർ പഠിക്കാൻ, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ആ ഉമ്മത്ത്, ആ ജനത മാറി, ആ മനുഷ്യർ മാറി, അവർ നന്മയുടെ മാർഗത്തിലേക്ക് വന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ ആയത്തോതി നിസ്കരിക്കുന്നു. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ളിൽ നിന്ന്, വലി ജൗഫിഹി വഫി സദ്രിഹി, ആ നെഞ്ചിൽ നിന്ന്, അസീസും കഅസീസിൽ മിർജലി മിനൽ ബുകാ, അതേ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് അത് തീയിൽ വെച്ചാൽ അത് തിളക്കുന്നത് പോലെ, എണ്ണ തിളക്കുന്ന പോലെ നബിയുടെ നെഞ്ചിൽ നിന്ന് തേങ്ങലുകൾ, ആ കരയുന്ന തേങ്ങലുകൾ കേൾക്കാറുണ്ടായിരുന്നു. എന്താണ് സഹോദരങ്ങളെ, എന്താണ് ഓതുന്നത് എന്നുള്ള അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. അതങ്ങനെ അടിച്ചുവിട്ട് ഓതിപ്പോകാനുള്ളതല്ല, മറിച്ച് അത് പഠിക്കണം, അതറിയണം എന്നതാണ്.
മഹാനായ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു സാഹിബു സിർരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീക്രട്ട് സൂക്ഷിക്കുന്ന സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നു, സ്വല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാതലൈലത്തിൻ, ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറ ഓതാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു 100 ആയത്തായാൽ നിർത്തുമെന്ന്. ഇല്ല, അദ്ദേഹം നിർത്തുന്നില്ല. എന്നിട്ട് വഇദാ മർറ ബി തസ്ബീഹിൻ സബ്ബഹ, ഓരോ തസ്ബീഹിന്റെ അള്ളാഹനെ സ്തുതിക്കുന്ന ആയത്തുകളുണ്ടോ അവിടെ നിർത്തിയിട്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലും. വൈദാ മർറ ബിസുആലിൻ സഅല, അള്ളാഹിനോട് എന്തെങ്കിലും ഖൈർ ചോദിക്കുന്ന ആയത്തുകൾ പോകുന്നുണ്ടോ അവിടെ നിർത്തിയിട്ട് അള്ളാഹിനോട് ഖൈറിനെ ചോദിക്കും. വൈദാ മർറ ബിതഅവ്വുദിൻ തഅവ്വദ, രക്ഷ തേടേണ്ടുന്ന നരകത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ടോ അവിടെ നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടും. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയിരുന്നത്. കാന ഖിറാഅതുഹു ആയത്തൻ, ഓരോ ആയത്തായിക്കൊണ്ട് സാവധാനത്തിൽ മെല്ലെ, അത്ര സ്പീഡിൽ ഇങ്ങനെ അടിച്ചുവിട്ട് തീർക്കാൻ എന്താണിത്? അങ്ങനെയല്ല സഹോദരങ്ങളെ, ഇതിനൊരു മാസ്മരികതയുണ്ട് അത് കേൾക്കുന്നതിലും. അപ്പം അതുകൊണ്ട് സ്ലോ ആയിട്ട് ഓതിയാൽ മതി. ആരെ ബോധിപ്പിക്കാനാണ്? സ്പീഡിൽ ഒന്നും തിരിയാതെ, നമുക്കുമൊന്നും മനസ്സിലായിട്ടില്ല, കേൾക്കുന്നവനും ആർക്കും മനസ്സിലായിട്ടില്ല, ഇങ്ങനെ ഖത്തം തീർത്തിട്ട് എന്താ കാര്യം? അതല്ല, പിന്നെയോ ഒന്ന് സാവധാനത്തിൽ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ചിന്തിച്ചിട്ടൊക്കെ അതിനെക്കുറിച്ച് ഓതുമ്പോൾ സഹോദരങ്ങളെ അത് ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അതല്ല എങ്കിൽ വെറും ഓതിപ്പോവുക. ഓതുന്നതിന് കൂലിയുണ്ട്, അതിന് മഹത്വമുണ്ട്, അതിനേറെ പുണ്യമുണ്ട്. 1-ന് 10 ഒരു ലെക്ചറിന് 10 കൂലിയാണ്. എന്നാൽ സഹോദരങ്ങൾ അതുമാത്രമല്ല, നമ്മളതിൻ്റെ അർത്ഥം പഠിക്കണം, അത് മനസ്സിലാക്കണം. നിത്യമായി നമ്മൾ ഓതുന്ന സൂറത്തുകളുടെയെങ്കിലും അർത്ഥം പഠിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്തിൻ്റെയും കൃത്യമായ അർത്ഥം നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മളോട് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം എന്ന് വെച്ചാൽ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിന്ന് നമസ്കരിച്ചു. എന്നിട്ട് ഒരായത്ത് ഓതി, ഹത്താ അസ്ബഹ യുറദ്ദിദുഹ, സുബഹി വരെ ഒരേ ആയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഓതിക്കൊണ്ടേയിരുന്നു. ഏതാണ് ആ ആയത്ത്? സൂറത്തുൽ മാഇദയിലെ ആയത്താണ്. ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്, അല്ലാഹുവേ നീ ഇവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ്. വഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് മാപ്പ് നൽകുകയാണ്, നീ ഏറെ പൊറുക്കുന്നവനാണ് എന്ന സൂറത്തുൽ മാഇദയിലെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അത് സുബഹി വരെ ഓതി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബികൾ വന്ന് ചോദിക്കുന്നുണ്ട് ആയിഷ റളിയല്ലാഹു തആലയോട്, എന്താണ് ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയോട് ചോദിക്കുന്നു, ഉമ്മ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്ഭുതകരമായി തോന്നിയത്? ആയിഷ ബീവി പറയുന്നുണ്ട്, ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ദരീനി യാ ആയിഷ, ആയിഷ, ആ അവിടെയുള്ള മുസല്ലയിൽ ആ മണ്ണിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണീർ കൊണ്ട് നനഞ്ഞു, താടി രോമങ്ങൾ കണ്ണുനീർ കൊണ്ട് നനഞ്ഞു, നബിയുടെ ലാപ്പ് മടിത്തട്ട് കണ്ണു വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അല്ല നബിയെ വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ എല്ലാ പാപങ്ങളും അങ്ങേക്ക് പുറത്തു തന്നിട്ടില്ലേ, എന്തിനാ നിങ്ങൾ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫലാ, ആ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്നതാണ് വലിയ ശൈത്താൻ, അതാണ് വലിയ ശൈത്താനായി നമുക്കൊക്കെ നമ്മുടെ മുന്നിൽ വരാനുള്ളത്. ഖുർആൻ എടുക്കാൻ പോയ അപ്പോൾ ഒരു മെസ്സേജ് വരും, പിന്നെ മൊബൈൽ തൊട്ടാൽ പിന്നെ അത് വെക്കൂല, ശൈത്താൻ നമ്മളെ പേടിപ്പിക്കണം. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മൾ തീരുമാനിക്കുക, എനിക്കിത് പഠിക്കണം, അറിയണം, ഓതണം, എനിക്ക് സാക്ഷിയായി കൊണ്ടുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെതിരിലല്ല, നമുക്ക് സപ്പോർട്ടായി സാക്ഷി പറയുന്ന ഒരവസ്ഥയിൽ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാറ്റി തീർക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ആളുകളായി അമ്പിയാക്കളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, വലിയൊരു ജിഹാദിന് നാം തയ്യാറാവണം എന്നതാണ് ഓർമ്മിപ്പിച്ചത്. വലാ തതഇൽ കാഫിരീൻ വജാഹിദു ബിഹി ജിഹാദൻ കബീറ. ഖുർആൻ കൊണ്ടുള്ള ഒരു ജിഹാദ്. എന്താ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്? ഖുർആൻ പഠിക്കുക,
ഖുർആൻ ഓതുക, അത് പഠിക്കുക, അത് ഹിഫ്ളാക്കുക, അതനുസരിച്ച് ജീവിക്കുക. ആ ഒരു ജിഹാദിൽ നമ്മൾ തയ്യാറാവുക. റമദാൻ ഒരു മാറ്റത്തിന്റെ ഒരു അവസരമാണ്, ഒരു ചാൻസ് അള്ളാഹു നമുക്ക് നൽകിയതാണ്. ഇതിലും നമ്മൾ മാറാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഇനി എപ്പോഴാണ് അടുത്ത റമദാനിലേക്ക് നമ്മൾ ഉണ്ടാവുമെന്ന് ചൊല്ലാൻ നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടിയുമില്ല. എവിടെ വെച്ച് എപ്പോൾ മരിക്കുമെന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു തീരുമാനം, ഈ റമദാനിൽ തന്നെ എല്ലാ പുണ്യങ്ങളും എല്ലാ നന്മകളും എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കണമെന്ന്. ഏതൊക്കെ നന്മകളുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ അതെല്ലാം 1 10 അല്ല 100 അല്ല 70 അല്ല 700 അല്ല ബിഗൈരി ഹിസാബ് കണക്കില്ലാതെ അല്ലാഹു നൽകാൻ കഴിയുന്നതായ ഈ റമദാനിന്റെ മാസമാണ്. അതുകൊണ്ട് എല്ലാ നിലക്കും നമ്മൾ നന്മയിൽ ഒന്നാമതായി നിൽക്കുക. അതെ, പലരുടെയും ആവേശം കുറഞ്ഞു പോകുന്നുണ്ട്. തറാവീഹ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഫർളുകൾക്കൊന്ന് ശ്രമിച്ചു നോക്കൂ. സുബഹി ജമാഅത്തിന് നിങ്ങൾ 40 ദിവസം ജമാഅത്ത് മിസ്സാക്കാതെ പള്ളിയിൽ വന്നാൽ നിഫാഖിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നീക്കി മാറ്റിയെടുക്കും. ഖൽബിൽ നിഫാഖ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ കപടന്മാരാണ്, അല്ലാഹുവിനെ ചീറ്റ് ചെയ്യുന്ന പോലെയാണ്. റമദാനിൽ മാത്രം വന്നിട്ട് പിന്നെ വരാതിരിക്കാൻ അങ്ങനെയല്ല. റബ്ബേ ഇതെനിക്ക് തുടർത്തിക്കൊണ്ടു പോകാൻ പല ആൾക്കാരും ട്രൈ ചെയ്യാറില്ല. ഈ കള്ള് കുടിക്കുന്നതിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം? എങ്ങനെ പോയാലും കള്ള് കുടിക്കുന്നു. സ്മോക്കിംഗ് അത് വേണ്ടാന്ന് വിചാരിച്ചാൽ പിന്നെയും തുടങ്ങും. എന്താ? അവന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇതേപോലെ നന്മക്കും അങ്ങനെയാണ്. റബ്ബേ എന്റെ മനസ്സിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തി ഈ ഒരു നന്മ, ഈ ഒരു ഖൈർ, നിസ്കാരവും നോമ്പും സക്കാത്തും സ്വതക്കയും എല്ലാം ചെയ്യുന്ന ഒരു നല്ല മനസ്സ് ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് ദുആ ചെയ്യും. എല്ലാ നന്മകളും സ്വതക്കകൾക്കേറെ പ്രാധാന്യമുള്ള നാളുകളാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്ന ഈ റമദാൻ എന്നുള്ളത്. അർശിന്റെ താഴെ ലഭിക്കുന്ന 7 വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് റജുലുൻ തസദ്ദഖ ബിസദഖത്തി, ഒരാൾ സ്വതക്ക ചെയ്തു, ഫഅഖ്ഫാഹ, ആരോടും അറിയിക്കാതെ ചൊല്ലാതെ അത് ഗോപ്യമാക്കി മറച്ചു വെച്ചു. ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനു, വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ ആ നിലക്ക് സ്വതക്ക ചെയ്യാം. അതുപോലെ തന്നെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ആളുകൾ കാണുകയും കൊടുക്കേണ്ടി വരും. എന്താ? നല്ലതായ കാര്യങ്ങൾക്ക് നമ്മളാണ് തുടക്കം കുറിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ ബാക്കിയുള്ള ആളുകൾ കൊടുത്തതിന്റെ കൂലി നമുക്ക് കിട്ടും. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ നമ്മളിപ്പോ കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെ എടുത്തു നോക്കും, ഒരുപാട് മാറ്റങ്ങൾ. കീഴിൽ പെണ്ണുങ്ങളുടെ സൈഡിൽ കാർപ്പറ്റ് കിട്ടി, അവിടെ AC കിട്ടി. അൽഹംദുലില്ലാഹ് ഇവിടെയും ഒരു കാർപ്പറ്റ് ഒരു സഹോദരൻ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് വഖഫ് ചെയ്യും. ഇനിയും 1-2 AC-കളൊക്കെ നമുക്ക് പിന്നെ ഭയങ്കര ചൂടാണ് നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് നമ്മൾ എന്തൊന്ന് കൊടുക്കുന്നുവോ നിങ്ങളുടെ അടുക്കലുള്ളത് കഴിഞ്ഞു പോകും, അള്ളാഹിന്റെ അടുക്കലുള്ളത് അവിടെ ബാക്കിയാകുമെന്നും എന്താണ് കൊടുത്തത് അതേ നമുക്കുണ്ടാകും. അതുകൊണ്ട് മസ്ജിദിന്റെ പരിപാലനത്തിന് വേണ്ടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. ഈ റമദാനിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും നഷ്ടമാവില്ല. നിങ്ങൾ ഈ മസ്ജിദുമായി ചേർന്ന് നിൽക്കുക. പാവങ്ങളായ നമ്മൾ ഈ കുറെ ആളുകളാണ് ഈ പള്ളി നടത്തിക്കൊണ്ടു പോകും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആവശ്യമുണ്ട്. ഇനി 1-2 AC ഒക്കെ വേണം, അല്ലേ? അതും വേണം. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ്റനൻസ്, അതുപോലെ ഒരു മിമ്പറൊക്കെ ഒന്ന് ശരിയാക്കും. പള്ളി ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്ന കേന്ദ്രം, അതൊരു നല്ലതാക്കി ഇതിന് നമ്മൾ വരിക. ഒക്കെ പള്ളി ചന്തണ്ടായ മാത്രം പോരാ, പിന്നെയോ നമ്മൾ ഹാജരാവണം. ഇവിടെ അള്ളാഹ് ചില ആളുകളുണ്ട്, അവർ ഉമ്മാറുൽ മസാജിദ്, പള്ളിയുടെ ആൾക്കാർ. അയാൾ പള്ളിയിലുണ്ടാവും, അയാൾ എവിടെ കാണും? അയാൾ മാർക്കറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ക്ലബിൽ ഉണ്ടാവും, അവിടെ തന്നെ ഗ്രൗണ്ടിൽ ഉണ്ടാവുന്നല്ല. അയാളെ കാണുമ്പോൾ മസ്ജിദിൽ വരണം. അതാണ് മുഅ്മിൻ, അതാണ് വിശ്വാസി. ജമാഅത്തിന് അയാൾ ആ പള്ളിയിലുണ്ടാവും. അങ്ങനെ നമ്മൾ അറിയപ്പെടണം. നല്ല ഒരു അന്ത്യം, ഈമാനോടുകൂടിയുള്ള മരണം നിസ്കരിക്കുമ്പോൾ, അതല്ലെങ്കിൽ പള്ളിയുമായി അങ്ങനെയുള്ള സ്വാധീനങ്ങളായ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അതെ, പള്ളിയിൽ വരുന്ന ഒരാൾ, അതല്ലാതെ പള്ളിയിലൊന്നും തിരിഞ്ഞു നോക്കാതെ അങ്ങനെ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആരും ഉണ്ടാവുകയില്ല. നല്ലതായി അയാൾ പോയതെന്ന് പറയും. അതല്ല സഹോദരങ്ങൾ, നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആളുണ്ടാവണം. അങ്ങനെയുള്ള സഹോദരങ്ങൾ, ആ ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുക. അതുകൊണ്ട് പള്ളിയുമായുള്ള അതിൽ ഒരുപാട് കടങ്ങളുണ്ട്, അത് നികത്താൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ ചിലവഴിക്കാൻ ജനങ്ങളിലേറെ ഉദാഹരണമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് റമദാനിൽ റമദാനിലെ എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ വരാറുണ്ട്. ഖുർആൻ പഠിക്കും. നോക്കൂ, നിങ്ങൾ
നമ്മളും അപ്പേ ഖുർആൻ പഠിക്കണ്ടേ, ഓതണ്ടേ? അപ്പൊ ഓതാത്തൊരു ദിവസം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇന്ന് നമ്മൾ തുടങ്ങുക. ഇതുവരെ തുടങ്ങാത്ത ആളുകൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് എത്ര ഹത്തം തീർക്കാൻ സാധിക്കുമോ അത്ര ഹത്തം തീർക്കുക, എത്ര സൂറത്തുകൾ പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കുക, എത്ര കാര്യങ്ങൾ എനിക്ക് ശരിയാക്കാനുണ്ടോ അതൊക്കെ ശരിയാക്കാൻ വേണ്ടി തീരുമാനിക്കുക. അള്ളാഹ് നിങ്ങളെ സഹായിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗികളായ ആളുകളുണ്ട്, പ്രായം ചെന്നവരുണ്ട്, വ്യത്യസ്തമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാവട്ടെ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുമാറാവട്ടെ. ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. പ്രായാധിക്യം കൊണ്ട് കഷ്ടപ്പെടുന്ന കാരണവന്മാരുണ്ട്, മൂത്ത സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ ആയുസ്സിലും ദീർഘായുസ്സും അതുപോലെ തന്നെ ആഫിയത്തും സിഹത്തും എല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിനോട് ചേർന്ന് നിന്ന്, അള്ളാഹുവിന്റെ മസ്ജിദുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈമാനോടെ ഇസ്ലാമോടുകൂടി ജീവിച്ച് മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പാപികളായ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. സ്വർഗീയ ലോകത്ത് അമ്പിയാക്കളുടെ, ശുഹദാക്കളുടെ, സിദ്ദീഖുകളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഒരിടം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا توفنا مسلمين والحقنا بالصالحين. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا ميتا إلا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين. اللهم انصر إخواننا المستضعفين في كل مكان. اللهم انصر إخواننا المؤمنين المستضعفين في فلسطين وفي كل مكان. اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.